So in this session we are going to discuss about a new topic which is fatigue. Okay. Fatigue നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും അല്ലേ? ഓക്കെ, നമുക്ക് പഠിക്കാം ഡീറ്റെയിൽഡായിട്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾ ഫറ്റീഗ്, ക്രീപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനകത്ത് പഠിക്കുന്നുണ്ടോ? ഇല്ല, മെക്കാനിക്സ് സോളിഡ്സിനകത്തല്ല. ഇനി അങ്ങോട്ടുള്ള പേപ്പറിനകത്തൊക്കെ നിങ്ങൾക്ക് ഫറ്റീഗിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അതായത് 7th സെമസ്റ്ററിലോട്ടൊക്കെ പോകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നൊരു പേപ്പറുണ്ട്. അപ്പോൾ ആ പേപ്പറിനകത്ത് ഫറ്റീഗ് സ്ട്രെങ്തിൻ്റെ ബേസിൽ ഡിസൈൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഫറ്റീഗ് എന്താണെന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സമയത്ത് അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഫറ്റീഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കി, അണ്ടർ സൈക്ലിക് ലോഡിംഗ് ഓർ സൈക്ലിക് സ്ട്രെസ് failure can occur at load considerably lower than the tensile or yield strength of the material under a static load is called fatigue. ഇതാണ് ഫറ്റീഗ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് സെൻറ്റൻസ് വെച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാവും? അണ്ടർ സൈക്ലിക് or fluctuating, the failure can occur at loads considerably lower than tensile or yield strength of the material under static load is called fatigue. എന്തെങ്കിലും മനസ്സിലായോ? എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഞാൻ. നമ്മളിപ്പോൾ ടെൻസൈൽ ലോഡ് കൊടുക്കുകയെന്നിരിക്കട്ടെ. ഇത് ഒരു സ്പെസിമെൻ എടുത്ത്, ഓക്കെ, ഈ സ്പെസിമെൻ എടുത്തിട്ട് ടെൻസൈൽ ലോഡ് കൊടുക്കും. അതായത് ഇങ്ങോട്ടൊരു 10 ന്യൂട്ടൺ, ഇങ്ങോട്ടൊരു 10 ന്യൂട്ടൺ. ടെൻസൈൽ ലോഡല്ലേ 10 ന്യൂട്ടൺ കൊടുക്കുന്നത്. അപ്പം 10 ന്യൂട്ടൺ കൊടുക്കുമ്പോഴാണ് ഇത് ഫെയിലാകുന്നത്. ഓക്കെ, പക്ഷേ ഈ ഫറ്റീഗിൻ്റെ കേസിൽ നമ്മൾ 10 ന്യൂട്ടൺ ഒന്നും കൊടുക്കണമെന്നില്ല. പക്ഷേ എങ്ങനെയാണ് ഇത് ഉണ്ടോ, ഒരു സ്പെസിമെൻ ഇത് ഞാൻ 2 ന്യൂട്ടനെ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഈ 2 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് സൈക്ലിക് ആക്റ്റാണ്. അല്ലെങ്കിൽ 2 ന്യൂട്ടൺ മുതൽ 4 ന്യൂട്ടൺ വരെ കൊടുക്കുന്നുണ്ട്. അതായത് ആദ്യത്തെ ഒരു മിനിറ്റിൽ 2 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു, പിന്നെ അടുത്ത ഒരു മിനിറ്റിൽ 4 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു, പിന്നെ ഒരു മിനിറ്റ് 2 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു, പിന്നെ ഒരു മിനിറ്റ് 4 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു, പിന്നെ ഒരു മിനിറ്റ് 2 ന്യൂട്ടൺ. അങ്ങനെ സൈക്ലിക് ആക്റ്റാണ് ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത്. എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ലോഡ് ആക്ട് ചെയ്യുന്നത് സൈക്ലിക് ആക്റ്റാണ്. അതായത് ചിലപ്പം 0 മുതൽ 2 വരെ ആകും. അതായത് ആദ്യത്തെ ഒരു മിനിറ്റ് ലോഡൊന്നും ഇല്ല, പിന്നത്തെ ഒരു മിനിറ്റ് 2 മിനിറ്റ് ലോഡ്, പിന്നത്തെ ഒരു മിനിറ്റ് ലോഡ് 0 2 0 2 0 2 0 2 ഇങ്ങനെ ലോഡ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ 2 4 2 4 2 4 ഇങ്ങനെ ലോഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ ലോഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ലോഡിങ്ങിൻ്റെ എന്താ? സൈക്ലിക് ലോഡിംഗ് ആണ് അല്ലേ? പക്ഷേ നിങ്ങൾ ടെൻസൈൽ ലോഡ് കൊടുക്കുകയെന്നിരിക്കട്ടെ, ഒരു സ്പെസിമെൻ എടുക്കുന്നു. ആ ടെൻസൈൽ ലോഡ് കൊടുക്കണമെങ്കിൽ ആ ഒരു സ്പെസിമെൻ ബ്രേക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം 10 കിലോ ന്യൂട്ടൺ വരെ കൊടുത്തെങ്കിൽ ഈ ഒരു 10 ന്യൂട്ടൺ വരെ കൊടുത്തെങ്കിൽ ഈ ഒരു സ്പെസിമെൻ ബ്രേക്ക് ആകത്തുള്ളൂ. പക്ഷേ സൈക്ലിക് ലോഡ് കൊടുക്കുമ്പോൾ, അതായത് 2 4 2 4 2 4 2 കൊടുക്കുന്നു, അടുത്ത സെക്കൻഡ് 4 കൊടുക്കുന്നു, അടുത്ത സെക്കൻഡ് 2 കൊടുക്കുന്നു, അടുത്ത സെക്കൻഡ് 4 കൊടുക്കുന്നു. അല്ലെങ്കിൽ 0 2 എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം ലോഡില്ല, പിന്നെ ഒരു മിനിറ്റ് ലോഡ് കൊടുക്കുന്നു, പിന്നെ ഒരു ലോഡില്ല, പിന്നെ ഒരു മിനിറ്റ് ലോഡ് കൊടുക്കുന്നു. അപ്പോൾ ഒരു നോക്കുമ്പോൾ എങ്ങനെയാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്? കോൺസ്റ്റൻ്റ് ആയിട്ടാണോ ലോഡ് അപ്ലൈ ചെയ്യുന്നത്? പിന്നെ സൈക്ലിക് ആയിട്ട് ലോഡ് അപ്ലൈ ചെയ്യുമ്പം സത്യം പറഞ്ഞാൽ ഈ മെറ്റീരിയൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ 10 ന്യൂട്ടൺ കൊടുക്കണം. പക്ഷേ സൈക്ലിക് ആയിട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ 10 ന്യൂട്ടൺ ഒന്നും കൊടുക്കണ്ട. 10 ന്യൂട്ടനെക്കാട്ടിലും വളരെ ചെറിയൊരു വാല്യൂവിൽ തന്നെ ആ ഒരു മെറ്റീരിയൽ ഫെയിലാകും. അങ്ങനെ ഉണ്ടാകുന്ന ഫെയിലിയറിനെ പറയുന്ന പേരാണ് ഫറ്റീഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ഒരു ടെൻസൈൽ ലോഡ് കൊടുക്കുമ്പോൾ 10 ന്യൂട്ടണിലായിരിക്കും ഒരു മെറ്റീരിയൽ ഫെയിൽ ആവുന്നത്. പക്ഷേ ഒരു സൈക്ലിക് ലോഡ് കൊടുക്കുമ്പോഴത്തേന് അതിനെക്കാട്ടിലും ഒരുപാട് ലോവർ വാല്യൂസ് ആ മെറ്റീരിയൽ ഫെയിൽ ആകും. അതാണ് ഇനി ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ഓർ സൈക്ലിക് സ്ട്രെസ് failure can occur at load considerably lower than the tensile or the yield strength of the material under static load. ഇതിനെ പറയുന്ന പേരാണ് ഫറ്റീഗ്. മനസ്സിലാവും ഞാൻ പറഞ്ഞത്? ഫറ്റീഗ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ടെൻസൈൽ ലോഡ് കൊടുക്കുമ്പോൾ 10 ന്യൂട്ടണിലാണ് ഒരു മെറ്റീരിയൽ ഫെയിൽ ആകുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ 10 ന്യൂട്ടണിലാണ് ഒരു മെറ്റീരിയൽ ഫെയിൽ ആകുന്നതെന്നിരിക്കട്ടെ. പക്ഷേ നമ്മളൊരു സൈക്ലിക് ലോഡ് കൊടുക്കുക. സൈക്ലിക് എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ ഓരോ സൈക്കിൾ അല്ലേ 2 4 2 4 ഒരു മിനിറ്റ് 2 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്, ആ ഒരു മിനിറ്റ് മൊത്തം 2 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് 2 ന്യൂട്ടൺ മാറിയിട്ട് 4 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു.
ആ ഒരു മിനിറ്റ് മൊത്തം 4 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് 1 മിനിറ്റ് എഗെയിൻ 2 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു സൈക്ലിക് ലോഡിംഗ് ആണ് അല്ലേ. അല്ലെങ്കിൽ ആദ്യമേ 0 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു, ലോഡില്ല. പിന്നെ നെക്സ്റ്റ് ഒരു 1 മിനിറ്റ് 2 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് ഒരു 1 മിനിറ്റ് 0 ലോഡ്. പിന്നെ നെക്സ്റ്റ് ഒരു 1 മിനിറ്റ് 2 ന്യൂട്ടൺ. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ സൈക്ലിക്കായി ലോഡ് ആക്ട് ചെയ്യുന്നത്. ആദ്യമേ 0 പിന്നെ 2 പിന്നെ 0 പിന്നെ 2 പിന്നെ 0 പിന്നെ 2. അല്ലെങ്കിൽ അങ്ങനെ സൈക്കിളിക്കായി ലോഡ് ആക്ട് ചെയ്യുന്നു. പക്ഷേ ആ ലോഡിൻ്റെ വാല്യൂ നമ്മുടെ എന്തിനേക്കാളും കുറവാണ്, അപ്ലൈ ചെയ്ത ടെൻസൈൽ സ്ട്രെസ്സിനെക്കാട്ടിലും വളരെ ലോവർ ഒരു വാല്യൂവിൽ എന്ത് ഫെയിലാകും, നമ്മുടെ മെറ്റീരിയൽ ഫെയിലാകും. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്നറിയോ മെയിനായിട്ട് വരുന്നത്? ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ടു കോസ് 90% ഓഫ് ദി ഫെയിലിയർ ഓഫ് ദി മെറ്റാലിക് സ്ട്രക്ചർ, ബ്രിഡ്ജ്, എയർക്രാഫ്റ്റ്, മെഷീൻ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ബ്രിഡ്ജ്, എയർക്രാഫ്റ്റ് എന്നൊക്കെ ബ്രിഡ്ജിലൊക്കെ പറയുമ്പോഴത്തേന് എന്ന് വെച്ചാൽ ഒരു ലോങ് ഡ്യൂറേഷനല്ലേ ഈ ബ്രിഡ്ജൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു വർഷം ഒരു 10, 30, 40 വർഷമൊക്കെ അല്ലേ ഈ ബ്രിഡ്ജൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്രിഡ്ജിനകത്തുള്ള ലോഡിംഗ് എന്ന് പറയുമ്പോഴത്തേന് എപ്പോഴും ഒരേപോലത്തെ ലോഡിംഗ് ആണോ, എപ്പോഴും ഒരേപോലത്തെ ഫോഴ്സാണോ ബ്രിഡ്ജിൽ ആക്ട് ചെയ്യുന്നത്? ഒരേപോലത്തെ ഫോഴ്സാണോ ബ്രിഡ്ജിൽ ആക്ട് ചെയ്യുന്നത്? ബ്രിഡ്ജ് എന്താ, നമ്മുടെ പാലത്തിൽ ചില സമയത്ത് ലോഡ് കാണത്തില്ല. അതായത് വണ്ടി അല്ലെങ്കിൽ വെഹിക്കിൾസ് ഒന്നും പോയില്ലെന്നുണ്ടെങ്കിൽ അവിടെ ലോഡുണ്ടോ ആണോ? പിന്നെ രാവിലെ മോർണിംഗ് സമയത്ത് ട്രാഫിക് കൂടുതലുള്ള സമയത്തോ ട്രാഫിക് കൂടുതലുള്ള സമയത്തോ ലോഡ് കൂടുതലായിരിക്കും. അത് രാത്രി മിഡ് നൈറ്റിലൊക്കെ ആകുമ്പോഴത്തേന് ട്രാഫിക് ഉണ്ടാവുമോ? ഇല്ല അല്ലേ. അപ്പോൾ നോക്കിയേ, അപ്പോൾ ആ ഒരു ബ്രിഡ്ജിൽ നോക്കുമ്പോഴേക്കും അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് ഏത് ടൈപ്പ് ഓഫ് ലോഡിങ് ആക്ട് ചെയ്യുന്നു? ബ്രിഡ്ജ് എന്ത് ടൈപ്പ് ഓഫ് ലോഡ് ആക്ട് ചെയ്യുന്നത്? സൈക്ലിക് ലോഡിംഗ് ആണ്. അതുപോലെ തന്നെ എയർക്രാഫ്റ്റ്, മെഷീൻ കമ്പോണൻറ്റ്. നമ്മളൊരു ഓട്ടോമൊബൈൽ എടുക്കുകയെന്നിരിക്കട്ടെ, ഓട്ടോമൊബൈൽ അടിക്കുമ്പോൾ ഓട്ടോമൊബൈൽ റൺ ചെയ്യുന്ന സമയത്തായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്, അല്ലാത്ത സമയത്ത് ലോഡ് ആക്ട് ചെയ്യുമോ? ആ റൺ ചെയ്യുമ്പോൾ നമ്മൾ പല സ്പീഡിൽ പോകുമ്പോഴത്തേന് പല ലോഡായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സൈക്ലിക് വേരിയേഷൻ ഓഫ് ലോഡ് ഉണ്ട് ഇല്ലേ. ആദ്യം നമ്മൾ 20 കിലോമീറ്റർ പെർ അവറിൽ പോകുന്നു, പിന്നെ 40 കിലോമീറ്റർ പെർ അവറിൽ പോകുന്നു, പിന്നെ 60 പോകുന്നു, പിന്നെ അഗെയിൻ 20 പോകുന്നു. അപ്പോൾ അവിടേക്ക് എന്ത് സംഭവിക്കുന്നത്? സൈക്ലിക് ലോഡിംഗ് ആണ്. അങ്ങനെ സൈക്ലിക് ലോഡിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 10 ആണ്. ഓക്കെ, ഈ ഒരു സൈക്ലിക് ലോഡിൽ ഒരിക്കലും 10 2 അല്ലെങ്കിൽ മാക്സിമം 6 ലോഡ് വരെ പോകുന്നുള്ളൂ. അതായത് 2 വരാം, 4 വരാം, 6 വരാം, 0 വരാം. ഇതിനപ്പുറം 6-നപ്പുറത്തോട്ട് പോകുന്നില്ല. പക്ഷേ ഈ 10 ന്യൂട്ടൺ ലോഡ് കൊടുത്തില്ലെങ്കിൽ പോലും ആര് ഫെയിലാകുന്നു? നമ്മുടെ മെറ്റീരിയൽ ഫെയിലായി പോകുന്നത്. അങ്ങനെയുള്ള ടൈപ്പ് ഫെയിലിയറിനെ പറയുന്ന പേരാണ് എന്ത് ഫെയിലിയർ എന്ന് പറയുമ്പം? ഫറ്റീഗ് ഫെയിലിയർ നടക്കുന്നത് അറ്റ് എ മച്ച് ലോവർ വാല്യൂ ഓഫ് ടെൻസൈൽ ഓർ ഈൽഡ് സ്ട്രെങ്ത്തിൻ്റെയോ ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെയോ വളരെ അതിനെക്കാട്ടിലും ഒരുപാട് താഴ്ന്ന വാല്യൂലായിരിക്കും ഫറ്റീഗ് ഫെയിലിയർ നടക്കുന്നത്. അപ്പോൾ ഈൽഡ് സ്ട്രെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 10 കിലോ ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ അത്രയും എത്തുന്നതിന് മുന്നേ തന്നെ ഈ ചെറിയ ലോഡാണ് കൊടുക്കുന്നതെങ്കിലും ഈവൻ സൈക്ലിക് ലോഡിങ് ആണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു വാല്യൂവിനെക്കാട്ടിലും ഒരുപാട് താഴ്ത്ത വാല്യൂവിൽ തന്നെ നമുക്ക് ആ മെറ്റീരിയൽ ഫെയിലിയർ സംഭവിക്കും. അപ്പോൾ ഫറ്റീഗ് ഫെയിലിയർ ഈസ് ലൈക്ക് ഫറ്റീഗ് ഫെയിലിയർ ഉണ്ടാകുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണ് ഉണ്ടാകുന്നത്? ബ്രിട്ടിൽ ലൈക്ക് ഫെയിലിയർ ആണ് ഉണ്ടാക്കുന്നത്. അതായത് റിലേറ്റീവ്ലി ലിറ്റിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഈവൻ ഇൻ നോർമൽ ഡക്റ്റൈൽ മെറ്റീരിയൽസ് ഇത് സഡൻ ആൻഡ് കറ്റാസ്ട്രോഫിക്. ഈ ഫറ്റീഗ് ഫെയിലിയർ എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഫെയിലിയർ ഉണ്ടാകുന്നത്? ഫറ്റീഗ് ഫെയിലിയർ നോർമലി എന്ത് ടൈപ്പ് ഓഫ് ഫെയിലിയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഫെയിലിയർ സംഭവിക്കുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന ലോഡ് ഒരിക്കലും ആ ഒരു അപ് ടു ദാറ്റ് സ്ട്രെങ്ത് ലോഡ് കൊടുക്കുന്നില്ല. നമ്മൾ വളരെ ആ ഒരു കൊടുക്കാവുന്നതിനേക്കാളും ഏറ്റവും കുറഞ്ഞ ലോഡാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഒരു സൈക്ലിക് ലോഡിൻ്റെ എഫക്റ്റ് കൊണ്ട് എന്ത് സംഭവിക്കും? ബൈ ദ ടൈം കൂടുന്നതനുസരിച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ടൈം ഡ്യൂറേഷൻ കൂടുമ്പം എന്ത് സംഭവിക്കും? അവിടെ ലോഡ് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഫെയിലിയർ സംഭവിക്കാൻ
സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ടൈം ഫട്ടീഗ് ഈസ് യൂസ്ഡ് ബിക്കോസ് ദിസ് ടൈപ്പ് ഓഫ് ഫെയിലിയർ നോർമലി ഒക്കൂർ ആഫ്റ്റർ ലെങ്തി പീരീഡ് ഓഫ് റിപ്പീറ്റഡ് സ്ട്രെസ് ഓർ സ്ട്രെയിൻ സൈക്ലിങ്. അതായത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും നടക്കുന്ന സംഭവമല്ല. നമ്മളൊരു ഒരു വർഷം 2 വർഷമൊക്കെ നമ്മൾ ചെറിയൊരു സ്ട്രെസ്സ്, പക്ഷേ അത് എങ്ങനെയാണ് കൊടുക്കുന്നത്? ആ ചെറിയ സ്ട്രെസ് ആണെങ്കിൽ പോലും കോൺസ്റ്റൻ്റ് ആയിട്ടാണോ കൊടുക്കുന്നത്? ഒരേപോലെയാണോ കൊടുക്കുന്നത്? പിന്നെ എങ്ങനെയാണ് കൊടുക്കുന്നത്? സൈക്ലിക് ആണ്, അല്ലെങ്കിൽ എങ്ങനെ റിപ്പീറ്റഡ് ആണ്. അതായത് റിപ്പീറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം 2 4 2 4 2 4 ഉണ്ടോ, ഇങ്ങനെ റിപ്പീറ്റ് സ്ട്രെസ് ആയിട്ട് വരുന്നത്. അതായത് 2 മാത്രമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും കുഴപ്പമില്ല. അതുണ്ടോ, ആദ്യമേ 0, പിന്നെ 2, പിന്നെ 4, പിന്നെ 0 2 4 ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഇതാണ് സൈക്ലിക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് സ്ട്രെസ് വരുന്നിടത്താണ് എന്ത് സംഭവിക്കുന്നത്? ഈ 0 2 4 ഒക്കെ എന്തുവാ? 0 2 4 ഒക്കെ എന്തുവാ? എന്തുവാ 0 2 4 ഒക്കെ? സൈക്ലിക് ലോഡിംഗ് ആണ്. ഓക്കെ, ഫറ്റീഗ് ഫെയിലിയർ പ്രൊസീഡ്സ് ഇൻ 3 ഡിസ്റ്റൻറ്റ് 3 സ്റ്റേജസ് ഉണ്ട് ഫറ്റീഗ് ഫെയിലിയർ. ഫസ്റ്റ് വണ്ണ് ക്രാക്ക് ഇനിഷ്യേഷൻ ഇൻ ദ ഏരിയാസ് ഓഫ് സ്ട്രെസ് കോൺസെൻട്രേഷൻ. സെക്കൻഡ് വൺ ക്രാക്ക് പ്രൊപ്പഗേഷൻ. തേർഡ് വൺ കാറ്റസ്ട്രോഫിക് ഫെയിലിയർ. അപ്പോൾ നമ്മൾ മറ്റേ ഡക്റ്റൈൽ ഫ്രാക്ചറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് 3 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് വൺ ക്രാക്ക് ഇനിഷ്യേഷൻ. ക്രാക്ക് എവിടെ ഉണ്ടാകുന്നത്? നിയർ സ്ട്രെസ് റേസർ. അതായത് എവിടെയെങ്കിലും അകത്തൊരു നോച്ചോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ക്രാക്കോ വോയിഡ്സ് ഒക്കെ ഉള്ള സ്ഥലത്തായിരിക്കും. അതിനെ പറയുന്ന പേരാണ് എന്ത്? സ്ട്രെസ് റേസർ എന്ന് പറയും. അപ്പോൾ ക്രാക്ക് ഉണ്ടാകുന്നു, അതിനുശേഷം ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഫെയിലിയർ സംഭവിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം സൈക്ലിക് സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഞാൻ പറഞ്ഞ സൈക്ലിക് സ്ട്രെസ് നമുക്ക് 3 ടൈപ്പിൽ ഓഫ് സൈക്ലിക് സ്ട്രെസ് മേ ബി ആക്സിയൽ ആവാം. ആക്സിയൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇങ്ങനത്തെ ഫോഴ്സ് ആക്സിയൽ എന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയൽ, ഒരു സ്പെസിമെൻ അതിന് ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ച് ആക്ട് ചെയ്യാം അല്ലേ. ഇത് ടെൻഷൻ, ഇതെന്താണ്? കംപ്രഷനും ഇല്ലേ. പുറത്തോട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്? പുറത്തോട്ട് ആക്ട് ചെയ്യുന്നത് എന്താ? ടെൻഷൻ. അകത്തോട്ട് ആക്ട് ചെയ്യുന്നത് കംപ്രഷൻ. അപ്പോൾ അപ്പോൾ ഇതെന്താണ്? ആക്സിയല. അപ്പോൾ ആക്സിയൽ കൊടുക്കുക. അതായത് ആക്സിയൽ എന്ന് പറയുമ്പോഴത്തേന് ഞാൻ ആദ്യം പറയുന്നു, ഇങ്ങോട്ട് ആദ്യമേ ഞാൻ 2 ന്യൂട്ടൺ വെച്ച് കൊടുക്കുന്നു. പിന്നെ അടുത്ത മിനിറ്റിൽ ഞാൻ 4 ന്യൂട്ടൺ കൊടുക്കുന്നു. ഓക്കെ, പിന്നെ അടുത്ത മിനിറ്റിൽ എഗെയിൻ 2 കൊടുക്കുന്നു. പിന്നെ അടുത്ത മിനിറ്റിൽ അഗെയിൻ 4 കൊടുക്കുന്നു. അപ്പോൾ നോക്കി എങ്ങനെയാണ് വന്നേക്കുന്നത്? 2 4 2 4 അങ്ങനെയല്ലേ വന്നത്. അപ്പോൾ എങ്ങനെ ഒരു സ്ട്രെസ്സിൻ്റെ വന്നേക്കുന്നത്? അപ്പോൾ സൈക്ലിക് സ്ട്രെസ് അല്ലേ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ബെൻഡിങ് വരാം. ബെൻഡിങ് വരുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ വരും. ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന പോലെ വരും. ടോർഷൻ വരുമ്പോഴോ? ഇതൊക്കെ നിങ്ങളുടെ മോസിനകത്ത് പഠിച്ചില്ലേ? ടോർഷൻ വരുമ്പോൾ എങ്ങനെയാ? ഉണ്ട്, റൊട്ടേഷൻ വരും. ഉണ്ടോ? അപ്പം റൊട്ടേഷൻ വരുമ്പോഴത്തേനും ആദ്യമേ വേണമെങ്കിൽ ടോർഷൻ കൂട്ടി കൊടുക്കാം, പിന്നെ കുറച്ച് കൊടുക്കാം, പിന്നെ കൂട്ടി കൊടുക്കാം, കുറച്ച് കൊടുക്കാം. അപ്പോൾ എന്താണ് അവിടെ മെയിൻ സംഭവം? എന്താണ്? സൈക്ലിക്കായിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അതാണ് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. അപ്പം 3 ടൈപ്പ് ഓഫ് ഫ്ലക്ച്വേഷൻ സ്ട്രെസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാണാമോ? ഫസ്റ്റ് വൺ പീരിയോഡിക് ആൻഡ് സിമെട്രിക് അബൌട്ട് 0. പീരിയോഡിക് ആൻഡ് സിമെട്രിക് അബൌട്ട് 0 എന്ന് പറയുമ്പോഴത്തേന് നോക്കി കേട്ടോ, ഈ ഒരു ഫിഗർ ഉണ്ടോ? ഈ ഒരു ഫിഗറിനകത്ത് കാണിച്ചേക്കുന്നത് ഈ പീരിയോഡിക് ആൻഡ് സിമെട്രിക് അബൌട്ട് 0. അപ്പോൾ ഇത് നോക്കി, ഈ ഒരു ഗ്രാഫ് നോക്കി. ഈ ഗ്രാഫ് വൈ ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസ് എന്താ കൊടുത്തേക്കുന്നത്?
എക്സ് ആക്സിൽ ടൈമാണ് കൊടുത്തിരിക്കുന്നത് ഇല്ലേ. ഞാൻ പറഞ്ഞില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ടൈമിനെ ബേസ് ചെയ്തിട്ടല്ലേ സ്ട്രെസ് പറഞ്ഞേക്കുന്നത്. ആദ്യമേ 2 കൊടുക്കുന്നു, 1 മിനിറ്റ് 2 കൊടുക്കുന്നു, അടുത്ത മിനിറ്റിൽ 4 കൊടുക്കുന്നു, അടുത്ത മിനിറ്റ് 2 കൊടുക്കുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്. ഏതിനെ ബേസ് ചെയ്ത് സ്ട്രെസ് കൊടുക്കുന്നത്? ഇവിടെ എന്തോ എക്സ് ആക്സില, എക്സ് ആക്സിൽ ടൈം, പിന്നെ എക്സ് ആക്സിൽ ടൈം, പിന്നെ നമുക്ക് വൈ ആക്സിസിൽ എന്താണ് കൊടുക്കുന്നത്? ഉണ്ടോ വൈ ആക്സിസ് സ്ട്രെസ് കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇത് 0 ആണ്. ഇവിടെ സ്ട്രെസ്സിൻ്റെ ഈ ഒരു ലൈനിൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം നോക്കി കണ്ടോ, ടൈം കൂടുന്നതനുസരിച്ച് സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടി. ഈ ഒരു ടൈമിലെത്തി കൂടി, അതിന് ശേഷം കുറഞ്ഞ് 0 എത്തി, അതിനുശേഷം പിന്നെ നെഗറ്റീവിലെത്തി, പിന്നെ 0 എത്തി, പിന്നെ കൂടുന്നു. ആണ്ടോ, അതായത് സിമെട്രിക്കൽ ആൻഡ് പീരിയോഡിക് ആണ്. ഇത് പീരിയോഡിക് അല്ലേ? ഉണ്ടോ, ഇത് പീരിയോഡിക് അല്ലേ? പീരിയോഡിക് എന്ന് വെച്ചാൽ എന്താണ്? സൈക്ലിക് അല്ലേ? പീരിയോഡിക് ആണ്, പക്ഷേ സിമെട്രിക്കൽ അബൌട്ട് 0 ആണ്. ഉണ്ടോ? പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 0 ലൈനിന് മുകളിലോട്ടും താഴോട്ടും ഒരേപോലെ ആയിരിക്കും സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ വരുന്നത്. അതാണ് പീരിയോഡിക് ആൻഡ് സിമെട്രിക്കൽ അബൌട്ട് 0 സ്ട്രെസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കി, പീരിയോഡിക് ആണ്. കണ്ടോ, പീരിയോഡിക് ആണ്, പക്ഷേ 0 വന്നേക്കുന്നത് ഇവിടെ. അപ്പോൾ 0ക്ക് മുകളിലോട്ട് കൂടുതൽ വേരിയേഷൻ ഉണ്ട്, 0ക്ക് താഴോട്ടോ വേരിയേഷൻ കുറവാണ്. അപ്പോൾ അതിനെ പറഞ്ഞു പീരിയോഡിക് ആണ്, പക്ഷേ അസിമെട്രിക്കൽ അബൌട്ട് 0 സ്ട്രെസ്. മനസ്സിലായില്ലേ? ഇവിടെ 0 എന്ന് പറയുന്ന ലെവലിന് മുകളിലോട്ടും താഴോട്ടും ഒരേപോലെയാണ് വേരിയേഷൻ വരുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, 0 താഴെയാണ്, പക്ഷേ ഇങ്ങനെ വേരിയേഷൻ വന്നേക്കുന്നത്. അപ്പോൾ നോക്കി, 0ക്ക് മുകളിലോട്ട് കൂടുതൽ വേരിയേഷൻ ഉണ്ട്, 0ക്ക് താഴോട്ട് കുറച്ച് വേരിയേഷൻ ഉണ്ട്. പക്ഷേ ഇത് പീരിയോഡിക് ആണ്, പക്ഷേ അസിമെട്രിക്കൽ അബൌട്ട് 0 സ്ട്രെസ് എന്ന് പറയുമ്പോൾ. മനസ്സിലായി? അപ്പോൾ ഈ ഒരു ഫറ്റീഗ് സ്ട്രെസ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് വേർഡ് എന്തോ സൈക്ലിക് ലോഡിംഗ് ആണ്. അതാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. നോക്കി, റാൻഡം സ്ട്രെസ് ഫ്ലക്ച്വേഷൻ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നോക്കി, കുറയുന്നു കുറയുന്നു ഇങ്ങനെ, അതിനൊരു ഓർഡർ ഒന്നുമില്ല, പീരിയോഡിക് ഒന്നുമല്ല, പക്ഷേ ഇങ്ങനെ റാൻഡമായിട്ട് കൂടുകയും കുറയുന്നതൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ എന്താണ്, ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആണ്. മനസ്സിലായില്ലേ? ഫ്ലക്ച്വേറ്റിംഗ് ആണ് അല്ലേ, കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ 3 കേസുകളിലാണ് ഫറ്റീഗ് നടക്കുന്നത്. ഒന്ന് പീരിയോഡിക് ആണ്, പക്ഷേ സിമെട്രിക്കൽ അബൌട്ട് ഏതാണ് 0 സ്ട്രെസ് ആണ്. ഇവിടെ പീരിയോഡിക്കലാണ്, പക്ഷേ നോട്ട് സിമെട്രിക്കൽ അബൌട്ട് 0 സ്ട്രെസ് ആണ്. ഇവിടെ എന്താണ്, പീരിയോഡിക്കലും അല്ല സിമെട്രിക്കലും അല്ല, ഇങ്ങനെ റാൻഡം സ്ട്രെസ് ഫ്ലക്ച്വേഷൻസ് ആണ്. ഇപ്പോൾ 3 ടൈപ്പ് ഓഫ് ഫ്ലക്ച്വേഷൻസ് മനസ്സിലായല്ലോ, എങ്ങനെയൊക്കെയാണ് ഫറ്റീഗ് ലോഡിങ് നടക്കുന്നത്. ഫസ്റ്റ് വൺ പീരിയോഡിക് ആയിരിക്കും, പിന്നെ സിമെട്രിക്കൽ അബൌട്ട് 0 സ്ട്രെസ് ആയിരിക്കും. സെക്കൻഡ് വൺ എപ്പീരിയോഡിക് ആണ്, അസിമെട്രിക്കൽ അബൌട്ട് 0 സ്ട്രെസ് ആണ്. തേർഡ് വൺ എന്ന് വെച്ചാൽ റാൻഡം സ്ട്രെസ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും, അതിനൊരു ഓർഡറും കാര്യങ്ങളും ഒന്നുമില്ല. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സിനകത്ത് നമുക്ക് പറയാനുള്ളത്. നമുക്ക് സൈക്ലിക് സ്ട്രെസ്സസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ, ഇപ്പോൾ ഒരു സൈക്ലിക് സ്ട്രെസ് എടുക്കുമ്പോഴത്തേനും ഒരു സൈക്കിൾ എടുക്കുക, ഇത് ഒരു എക്സാമ്പിൾ, ഒരു സൈക്കിൾ എടുക്കുക. ഓക്കെ, ഇത് എന്ത് ടൈപ്പാണ്? ഇവിടെ 0 ഇവിടെ വന്നേക്കുന്നത്, ഇതിങ്ങനെ സൈക്ലിക് സ്ട്രെസ്സാണ്. സൈക്ലിക് സ്ട്രെസ് വെച്ചാൽ ഇവിടെ എന്താ കൊടുക്കുന്നത്? ഇവിടെ ടൈം. ഇവിടെ എന്താ കൊടുക്കുന്നത്? സ്ട്രെസ്. 0ക്ക് മുകളിലോട്ട് എന്താ കൊടുക്കുന്നത്? 0ക്ക് മുകളിലോട്ട് ടെൻഷൻ, 0ക്ക് താഴോട്ട് എന്തുവാ? കംപ്രഷൻ. ഇവിടെ പീരിയോഡിക് ആണ്, പക്ഷെ സിമെട്രിക്കൽ ആണോ? ഇതാ 0 സിമെട്രിക്കൽ ആണോ? ഇവിടെ 0ക്ക് മുകളിൽ മാക്സിമം ഉണ്ട്, 0ക്ക് താഴെ കുറവുള്ളൂ. പക്ഷെ ഇത് പീരിയോഡിക് ആണ്, പക്ഷേ അസിമെട്രിക്കലാണ്. അസിമെട്രിക് അബൌട്ട് 0 സ്ട്രെസ് ആണ് അല്ലേ. അപ്പോൾ ഈ കർവ് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു മാക്സിമം വാല്യൂ ഉണ്ട് അല്ലേ, ഒരു മാക്സിമം സ്ട്രെസ് ഉണ്ട്, പിന്നെ ഒരു മിനിമം സ്ട്രെസ് ഉണ്ട്, പിന്നെ ഒരു മീൻ സ്ട്രെസ് ഉണ്ട് അല്ലേ. അപ്പോൾ മാക്സിമം സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ്? മാക്സിമം സ്ട്രെസ് എന്ന വാല്യൂ ആണ്, ഇതാണ് സിഗ്മ മാക്സ്. കണ്ടോ, മാക്സിമം വാല്യൂ ആണ് സിഗ്മ മാക്സ്. മിനിമം സ്ട്രെസ് എവിടെ വന്നേക്കുന്നത്? ഏറ്റവും കുറവ് എവിടെ വന്നേക്കുന്നത്? ഇത്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് സിഗ്മ. പറഞ്ഞേ, കുറവ് എവിടെ വന്നേക്കുന്നത്? മാക്സിമം സ്ട്രെസ് ഉണ്ട്, മിനിമം സ്ട്രെസ് ഉണ്ട്. മാക്സിമം സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കുക? ജസ്റ്റ് ഗ്രാഫിനകത്ത് നോക്കിയാൽ മതി. ഗ്രാഫിനകത്ത് നോക്കുമ്പോൾ മാക്സിമം വാല്യൂ എവിടെ വന്നേക്കുന്നത്? ഇത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് സിഗ്മ മാക്സ് ഇല്ലേ. മിനിമം സ്ട്രെസ് എവിടെ വന്നേക്കുന്നത്?
എവിടെ മിനിമം സ്ട്രെസ് വന്നേക്കുന്നത്? ഇവിടെ. അപ്പം ഇതിൻ്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂവിനെ പറയുന്ന പേരാണ് സിഗ്മ മിനിമം ആണോ? ഇപ്പം മാക്സിമം സ്ട്രെസ്സും കിട്ടി, മിനിമം സ്ട്രെസ്. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? സിമ്പിളാണ് ഇതൊക്കെ, അതുകൊണ്ടാണ് ഒരുപാട് സമയം എടുക്കാതെ ഞാൻ പെട്ടെന്ന് നിങ്ങൾ പറയുന്നത്. ഇല്ല, ഈ ഒരു ഗ്രാഫ് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മാക്സിമം സ്ട്രെസ്സും ഉണ്ട്, മിനിമം സ്ട്രെസ്സും ഉണ്ട്. അപ്പോൾ മാക്സിമം സ്ട്രെസ് എന്ന് വെച്ചാൽ മാക്സിമം വാല്യൂ എവിടെയാണോ വരുന്നത് അവിടെയാണ് മാക്സിമം സ്ട്രെസ്. മിനിമം സ്ട്രെസ് എന്ന് വെച്ചാൽ എവിടെയാണ് മിനിമം വാല്യൂ വരുന്നത് അവിടെ മിനിമം സ്ട്രെസ് വരുന്നത്. അതിനകത്ത് നമുക്ക് മീൻ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ മാക്സിമം വാല്യൂ ഉണ്ട്, മിനിമം വാല്യൂ ഉണ്ടെങ്കിൽ മീൻ സ്ട്രെസ് സിഗ്മ എം എങ്ങനെ എന്തായിരിക്കും? മാക്സിമം വാല്യൂ പ്ലസ് മിനിമം വാല്യൂ ഡിവൈഡ് ബൈ എന്തുമായിരിക്കും? മീൻ എന്താ കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ 4 എന്ന വാല്യൂവിൻ്റെ 2 എന്ന് പറയുന്നതിൻ്റെ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 4ൻ്റെയും 2ൻ്റെയും മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 4 + 2 ഡിവൈഡ് ബൈ 2 അല്ലേ? അതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ. മാക്സിമം വാല്യൂ ഉണ്ട്, മിനിമം വാല്യൂ ഉണ്ട്. നമുക്ക് മീൻ സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ മാക്സിമം പ്ലസ് മിനിമം ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ഓക്കെ. അതുപോലെ തന്നെ റേഞ്ച് ഓഫ് സ്ട്രെസ് എന്താണ്? ഇതാണ് റേഞ്ച്. ഇവിടെ റേഞ്ച് ഉണ്ട്, റേഞ്ച് ഓഫ് സ്ട്രെസ്. റേഞ്ച് ഓഫ് സ്ട്രെസ് എന്ന് വെച്ചാൽ എത്ര വാല്യൂലാണ് ആ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ. ഇപ്പം മീൻ സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേന് എവിടായിട്ട് വരും? ഇവിടെ ഈ മാക്സിമത്തിൻ്റെ മിനിമത്തിൻ്റെ നടുക്കായിട്ട് വരും. വേണമെങ്കിൽ മാക്സിമം വാല്യൂ ഇവിടെ, മിനിമം വാല്യൂ ഇവിടെ. അപ്പോൾ ഏകദേശം എൻ്റെ നടുക്കായിട്ട് എവിടെ വരും? ഈ വാല്യൂവിലെ വാല്യൂ എന്നായിരിക്കും എന്തുവാ ഈ വാല്യൂ എന്തുമായിരിക്കും? ഓക്കെ. ഇനി റേഞ്ച് എന്താണ്? റേഞ്ച് എത്രമാത്രം വേരിയേഷൻ ഉണ്ട് സ്ട്രെസ്. ഇത് മാക്സിമം മൈനസ് മിനിമം. അതുകൊണ്ട് ഇതാണ് റേഞ്ച്. റേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? ഈ ടോട്ടൽ വേരിയേഷൻ ഉണ്ടോ? ഈ ടോട്ടൽ വേരിയേഷൻ റേഞ്ച്. അപ്പോൾ ടോട്ടൽ വേരിയേഷൻ ഇങ്ങനെ കാണുന്നത് സിഗ്മ മാക്സിമത്തിനകത്തുനിന്ന് എന്ത് കുറച്ചാൽ മതി? റേഞ്ച് ഓഫ് സ്ട്രെസ് ഇസിക്കൽ ടു എന്തുവാ? സിഗ്മ ആർ റേഞ്ച് എന്നാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്തോ സിഗ്മ മാക്സിമം മൈനസ് സിഗ്മ മിനിമം അല്ലേ? ഇനി സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? സിഗ്മ എ എന്നാണ് സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിഗ്മ എ എന്ന് പറയുമ്പോഴത്തേന് അതായത് റേഞ്ചിൻ്റെ പകുതിയാണ് സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എത്രമാത്രം റേഞ്ച് ഉണ്ടോ എത്ര റേഞ്ച് ഉണ്ടോ ആ റേഞ്ച് സിഗ്മ ആർ ബൈ 2 ആണ് എന്താണ്? സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പം സിഗ്മ റേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ഓക്കെ. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫറ്റീഗ് ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്ക് ഫറ്റീഗ് ടെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പം നമുക്ക് ഫറ്റീഗ് സ്ട്രെങ്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. ഫറ്റീഗ് സ്ട്രെങ്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആ എക്സ്പെരിമെൻറ്റിനകത്തൂടെ നമുക്ക് ഫറ്റീഗ് പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽ ആർ ടെസ്റ്റഡ് ഇൻ എ റൊട്ടേറ്റിംഗ് ബെൻഡിങ് ടെസ്റ്റ് ഇൻ ഫറ്റീഗ് ടെസ്റ്റ് അപ്പാരറ്റസ്. അപ്പം നമുക്ക് ഫറ്റീഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പാരറ്റസ് ആണ്. നോക്കിയേ, ഒരു ബിയറിങ്. ഓക്കെ, ആ രണ്ട് ബിയറിൻ്റെ ഇടയ്ക്കിട്ട് ഞാൻ ഒരു സ്പെസിമെനെ കണക്ട് ചെയ്യുന്നു. അതൊരു സ്പെസിമെൻ, അത് ഒരു ഷാഫ്റ്റ് ആയിരിക്കാം, എന്തുവാണ്, ഒരു സ്പെസിമെനെ കണക്ട് ചെയ്യുന്നു. ആ സ്പെസിമെനെ എന്നിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നു? ഒരു മോട്ടർ വെച്ചിട്ട് ഈ ഒരു ഷാഫ്റ്റിനെ എന്ത് ചെയ്യുന്നു? ഇതിനെ എന്ത് ചെയ്യുന്നു? ഈ ഷാഫ്റ്റിനെ ഒരു ഷാഫ്റ്റ് രണ്ട് ബിയറിങ്ങിൻ്റെ ഇടയ്ക്ക് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, രണ്ട് ബിയറിങ്ങിൻ്റെ ഇടയ്ക്ക് കണക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ ഈ ഒരു ബിയറിങ് എങ്ങോട്ട് കണക്ട് ചെയ്തേക്കുന്നു? ഒരു കപ്ലിങ് വഴി എങ്ങോട്ട് കണക്ട് ചെയ്തേക്കുന്നു?
മോട്ടർ വഴി കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്, കണ്ടോ? ഈ ഇവിടെ കാണിക്കുന്ന എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. 2 ബിയറിങ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷാഫ്റ്റ്, അത് ഷാഫ്റ്റ് ഒരു കപ്ലിങ് വഴിയിട്ട് ഒരു മോട്ടർ വഴി കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? ഈ ടെസ്റ്റിനകത്തോട്ട് നമുക്ക് എന്ത് കിട്ടും? ഫറ്റീഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സ്ട്രെസ്സാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ലോഡും അപ്ലൈ ചെയ്യുന്നു. ഈ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ ഷാഫ്റ്റിന് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഫറ്റീഗ് സ്ട്രെസ് ഞാൻ എങ്ങനെയാണ് ഫറ്റീഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത്? ഞാൻ പറഞ്ഞു ഫറ്റീഗ് ഫെയിലിയർ ഉണ്ടാവുന്നത് എപ്പോഴാണ് ഫറ്റീഗ് ഫെയിലിയർ ഉണ്ടാവുന്നത്? എപ്പോഴാണ് ഫറ്റീഗ് ഫെയിലിയർ ഉണ്ടാകുന്നത്? സൈക്ലിക് ലോഡിങ്. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കുന്നു? ഒരു സ്പെസിമെൻ എടുത്തിട്ട് അതിന് സൈക്ലിക് ലോഡിങ് കൊടുക്കാൻ പോവാണ്. ഫറ്റീഗ് ടെസ്റ്റ് ആർ പെർഫോംഡ് ടു ഡിറ്റർമൈൻ ദി കപ്പാസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു വിസ്റ്റാൻഡ് റിപ്പീറ്റഡ് ഓർ സൈക്ലിക് സ്ട്രെസ്. അതായത് നമ്മൾ ഫറ്റീഗ് ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത്? ഫറ്റീഗ് ടെസ്റ്റ് ഒരു മെറ്റീരിയൽ ടെൻസൈൽ ലോഡിങ് അല്ലെങ്കിൽ കംപ്രസീവ് ലോഡിങ് മാത്രമല്ല വരുന്നത്, പിന്നെ എങ്ങനത്തെ ലോഡിങ് വരും? എങ്ങനത്തെ ലോഡിങ് വരും? സൈക്ലിക് ലോഡിങ് വരത്തില്ലേ? റിപ്പീറ്റഡ് ഓർ സൈക്ലിക് സ്ട്രെസ്സസ് ഉണ്ടാകത്തില്ലേ? അപ്പോൾ ഫറ്റീഗ് ടെസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നത് ടു ഡിറ്റർമൈൻ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഫറ്റീഗ് ടെസ്റ്റ് ആർ പെർഫോം ടു ഡിറ്റർമൈൻ ദി കപ്പാസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു വിസ്റ്റാൻഡ് റിപ്പീറ്റഡ് ഓർ സൈക്ലിക് സ്ട്രെസ്. അതായത് ഒരു മെറ്റീരിയലിന് എത്രമാത്രം സൈക്ലിക് ലോഡിങ്, എത്രമാത്രം സൈക്ലിക് സ്ട്രെസ്സ് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫറ്റീഗ് ടെസ്റ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ഒരു മെഷീനുണ്ട്. ദി മെഷീൻ ഹാസ് ആൻ ഇലക്ട്രിക് മോട്ടർ, പിന്നെ ഒരു ബിയറിംഗ് ഉണ്ട്, പിന്നെ അതിൻ്റെ കളക്ട് ടു സപ്പോർട്ട് ദി മെഷീൻ ഫോർ ടെസ്റ്റ്. ഇതിനകത്തൊരു റെവല്യൂഷൻ കൗണ്ടർ ഉണ്ട്. അതായത് ഇതിനകത്ത് കാണിച്ചേക്കുന്നതാണ് ഒരു മോട്ടറുണ്ട്, 2 ബിയറിംഗ് ഉണ്ട്. ആ ബിയറിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ മെറ്റീരിയലിനെ കണക്ട് ചെയ്തേക്കുന്നത്. ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ഷാഫ്റ്റിന് റൊട്ടേഷനും കൊടുക്കും, അതുപോലെ തന്നെ എന്ത് കൊടുക്കും? ബെൻഡിങ് ലോഡും കൊടുക്കും. കണ്ടോ? ബെൻഡിങ് ലോഡല്ലേ കൊടുക്കുന്നത്? ഇത് ഇങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുമല്ലേ, നേരെ ഇരിക്കുന്ന ഷാഫ്റ്റാണ്. ഇത് ബെൻഡ് ചെയ്തല്ലേ ഇരിക്കുന്നത്? ബെൻഡിങ് ലോഡും കൊടുക്കും. അപ്പോൾ ബെൻഡിങ് ലോഡും കൊടുക്കും, അതിൻ്റെ കൂടെ തന്നെ എന്ത് കൊടുക്കും? റൊട്ടേഷനും കൊടുക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ മോസിനകത്ത് പഠിച്ചിട്ടില്ലേ? ഒരു കാര്യം പഠിച്ചിട്ടില്ലേ? എന്താണ്? ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾ മോസിനകത്ത് ഇങ്ങനൊരു സംഭവം പഠിച്ചിട്ടില്ലേ? ഒരു ക്യാൻഡിലിവർ അല്ലേ, ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബെൻഡിങ് കൊടുക്കുന്നത്. ഇപ്പോൾ ബെൻഡിങ് കൊടുക്കുമ്പോഴത്തേന് ഇവിടെ ഒരു ലെയർ ഉണ്ട്. ഈ ലെയറിനെ പറയുന്നുണ്ട് ന്യൂട്രൽ ലെയർ എന്ന് പറയും, ഇല്ലേ? ഈ ന്യൂട്രൽ ലെയറിന് മുകളിലോട്ട് എന്തോ ഉണ്ടാവുന്നത്? ഇവിടെ എന്തോ ടെൻഷനാണോ കംപ്രഷനാണോ? ഇവിടെ എന്തോ ഉണ്ടാവുന്നത്? വിവേക് സാറ് പഠിപ്പിച്ചില്ലേ ഇതൊക്കെ? ഹലോ, നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ പഠിച്ചോ നിങ്ങൾ? ബെൻഡിങ് ഇക്വേഷൻ പഠിച്ചോ? ഹലോ, സിഗ്മ ബൈ വൈ ഇസിക്കൽ ടു ഇ ബൈ ആർ ഇസിക്കൽ ടു ജി തീറ്റ ബൈ എൽ എന്ന് പറയുന്ന ഇക്വേഷനൊക്കെ പഠിച്ചോ നിങ്ങൾ?
ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? പിള്ളേരെ ഒന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെന്ന് പറ. ഹലോ, ഇത് പഠിച്ചില്ലേ? ബെൻഡിങ് ഇക്വേഷൻ ഒന്നും പഠിച്ചില്ലേ മോസിനകത്ത്? ഇക്വേഷൻ ഒന്നും പഠിച്ചില്ലേ? സിഗ്മ വൈ ഈക്വൽ ടു ഇ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ ഒന്നും പഠിച്ചില്ലേ? ഓക്കെ, എന്നാൽ അത് പഠിക്കും കേട്ടോ. അപ്പോൾ ഞാനത് ഷോർട്ടാക്കി പറയാം. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് സൈക്ലിക് ലോഡിങ് അപ്ലൈ ചെയ്യുന്നത്, ഞാനത് ജസ്റ്റ് ഇത് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. ഡീറ്റെയിലായിട്ട് വിവേക് സാർ പഠിപ്പിക്കും കേട്ടോ. ഇത് ഞാനൊരു ക്യാൻഡിലിവർ ബീമാണ്. ഓക്കെ, ക്യാൻഡിലിവർ ബീമിൻ്റെ ഒരു എൻഡ് ഫിക്സ് ചെയ്തേക്കുക. എവിടെ ഫിക്സ് ചെയ്തേക്കുന്നത്? ഇവിടെ ഫിക്സ് ചെയ്തേക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ലോഡ് കൊടുക്കുന്നു. ഇവിടെ ലോഡ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ലോഡ് കൊടുക്കുമ്പോൾ ഈ ഒരു ബീമിന് എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ഈ ഒരു ബീമിന് എന്ത് സംഭവിക്കും? ഇങ്ങനെ ലോഡ് കൊടുക്കുമ്പോൾ ഈ ഒരു ബീമിന് എന്ത് സംഭവിക്കും? ബെൻഡ് ആവും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബെൻഡ് ആവുന്ന സമയത്ത് ഈ ഒരു ലെങ്ത് അത് തന്നെയാണോ ഈ ലെങ്തായിട്ട് വരുന്നത്? ഈ ലെങ്ത് കൂടുവോ കുറയുവോ? ഈ ലെങ്താണ്, ഈ ഒരു സർഫസാണ് ഈ സർഫസ്. പക്ഷേ ബെൻഡ് ആവുമ്പം ഈ മുകളിലത്തെ സർഫസിന് ലെങ്ത് കൂടുവോ കുറയുവോ? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. കൂടും. അപ്പം മുകളിലത്തെ ഭാഗത്ത് എന്തുമായിരിക്കും ആക്ട് ചെയ്യുന്നത്? കൂടുമ്പം ടെൻഷനായിരിക്കും ആക്ട് ചെയ്യുന്നത്. പക്ഷേ നോക്കിയേ, ഈ താഴെയുള്ള ഭാഗം ഇങ്ങനെ വളയ്ക്കുമ്പോൾ താഴെയുള്ള ഭാഗത്തുനിന്ന് ലെങ്ത് എന്ത് സംഭവിക്കും? അവിടെ എന്ത് കുറയുന്നത്? ലെങ്ത് എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ എന്തുമായിരിക്കും ആക്ട് ചെയ്യുന്നത്? കംപ്രഷൻ. അപ്പോൾ അത് മനസ്സിലായോ? നമ്മളൊരു ക്യാൻഡിലിവർ ബീം എടുത്തിട്ട് കണ്ടോ, ഇവിടെ ബെൻഡിങ് കൊടുക്കുമ്പോഴത്തേന് ഈ ടോപ്പ് ലെയറിൽ എന്തുമായിരിക്കും ആക്ട് ചെയ്യുന്നത്? ടെൻഷൻ. ബോട്ടം ലെയർ എന്തുമായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇനി ഞാനൊരു പറയുക, ഇനി ക്യാൻഡിലിവർ ബീം മാറ്റിയിട്ട് ഒരു ഷാഫ്റ്റ് ആക്കാൻ പോവാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ മോസിനകത്ത് പഠിക്കും. ആ മോസിനകത്ത് പഠിച്ചാലേ ഇതിൻ്റെ ഒരു ഫുൾ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആകത്തുള്ളൂ. ഞാൻ വിചാരിച്ചു നിങ്ങളതൊക്കെ പഠിച്ചു കാണുമെന്ന്. നിങ്ങളൊന്നും പഠിച്ചില്ല. അപ്പോൾ ഇതൊക്കെ ഏത് മൊഡ്യൂളിലാണ് സാധാരണ? ഇതൊരു സെക്കൻഡ് മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂളൊക്കെ വിടുമ്പോഴത്തേന് പഠിക്കേണ്ടതാണ്. വിവേക് സാറ് എടുക്കുമായിരിക്കുമെന്ന്, പിന്നെ എനിക്കറിയത്തില്ല. ഒരു ടോപ്പിക്കിനകത്ത് ഉണ്ട് എന്തായാലും കേട്ടോ. ബെൻഡിങ് മൊമെൻറ്റ്, ബെൻഡിങ് ഇക്വേഷൻ, ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസാണ് ഇതൊക്കെ. ഇനി അങ്ങോട്ട് നിങ്ങൾ ഏത് സബ്ജക്റ്റിലെടുത്ത് പോയാലും ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം. വിവേക് സാർ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചെടുത്തോണം കേട്ടോ. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്യാൻഡിലിവർ ബീം എടുത്തിട്ട് അതിൻ്റെ ഒരു ബെൻഡിങ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ടോപ്പ് ലെയർ എന്തോ ഉണ്ടാവുന്നത്? ടെൻഷൻ. ബോട്ടം ലെയറിലോ? ടോപ്പ് ലെയർ ടെൻഷൻ. അപ്പോൾ ഞാനൊരു ക്യാൻഡിലിവർ ബീം മാറ്റിയിട്ട് ഞാനൊരു ഷാഫ്റ്റ് എടുക്കുന്നു. ഓക്കെ, ഷാഫ്റ്റ് എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിന് എന്ത് സംഭവിക്കും? നിങ്ങൾ തന്നെ പറ. ഇതെന്ത് സംഭവിക്കും? ഇവിടെ എന്ത് സംഭവിക്കും? ടോപ്പ് ലെയർ എന്ത് സ്ട്രെച്ചിങ് അല്ലാണ്? ടോപ്പ് ലെയറിന് എന്ത് സംഭവിക്കുന്നത്? ടോപ്പ് ലെയർ എന്ത് സംഭവിക്കുന്നത്? ആ ടോപ്പിൽ എന്ത് ആക്ട് ചെയ്യുന്നത്? ടെൻഷൻ. ബോട്ടമിലോ? ഇനി ഞാൻ ഇതിന് റൊട്ടേഷൻ കൂടെ കൊടുക്കുന്നു. അപ്പം റൊട്ടേഷൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യമേ ടെൻഷൻ അനുഭവിച്ചത് ടോപ്പ് ലെയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പം റൊട്ടേഷൻ ചെയ്തപ്പോഴത്തേനും നേരത്തെ ഇപ്പോൾ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ലെയർ എവിടെ വരും? ഇത് റൊട്ടേഷൻ കൊടുക്കുന്നു, താഴെ വരും. അപ്പോൾ ടോപ്പ് ലെയർ, അപ്പോൾ നേരത്തെ ടെൻഷൻ അനുഭവിച്ചിരുന്ന ഭാഗത്ത് ഇപ്പോൾ താഴെ എന്തും അനുഭവിക്കുന്നത്? ഇപ്പോൾ എന്തുവാണ്?
കംപ്രഷൻ. നേരത്തെ ബോട്ടം ലെയറിൽ കംപ്രഷൻ അനുഭവിച്ചിരിക്കുന്ന ലെയറിൽ ഇപ്പോൾ എന്തോ അനുഭവിക്കുന്നത്? ഇനി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നിൽക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ലെയറിൽ തന്നെ ടെൻഷനും കംപ്രഷനും മാറി മാറി ആക്ട് ചെയ്യത്തില്ലേ? മനസ്സിലായില്ലേ? ഇങ്ങനെ ലോഡിങ് കൊടുക്കുന്നു, അതിന് കൂടെ തന്നെ എന്തും കൂടെ കൊടുക്കുന്നു, അതിന് കൂടെ തന്നെ എന്തും കൂടെ കൊടുക്കുന്നു, പറഞ്ഞേ, റൊട്ടേഷൻ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇവിടെ എപ്പോഴും ടെൻഷൻ മാത്രമായിരിക്കും ആക്ട് ചെയ്യുന്നത്, ആണോ? അല്ല, ഇവിടെ ഒരു സെക്കൻഡിൽ ഇത് ടോപ്പ് ലെയർ ആണെങ്കിൽ അടുത്ത സെക്കൻഡിൽ ബോട്ടം ലെയർ ആവും, പിന്നെ അടുത്ത സെക്കൻഡ് ടോപ്പ് ലെയർ ആവും, അടുത്ത സെക്കൻഡിൽ ബോട്ടം ലെയർ ആവും. അങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഈ ഒരു ഫൈബറിൽ തന്നെ മാറി മാറി ഒരു സെക്കൻഡ് ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മൊമെൻറ്റ് കംപ്രഷൻ ആകും, നെക്സ്റ്റ് മൊമെൻറ്റ് ടെൻഷൻ ആവും, നെക്സ്റ്റ് മൊമെൻറ്റ് കംപ്രഷൻ ആവും. അപ്പോൾ എങ്ങനത്തെ സ്ട്രെസ് അവിടെ ഉണ്ടാകുന്നത്? ആ സെയിം സാധനമല്ലേ ഞാൻ എൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനകത്ത് വരച്ച് വെച്ചേക്കുന്നത്. ഇനി എൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒന്ന് കണ്ടു നോക്കി. ഇത് കണ്ടോ, ലോഡ് ആക്ട് ചെയ്യുന്നത് ഉണ്ടോ? ലോഡ് ആക്ട് ചെയ്യുന്നത്, ബെൻഡിങ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിന് എന്തും കൂടെ കൊടുക്കുന്നത്, അതിൻ്റെ കൂടെ തന്നെ അതിന് എന്തും കൂടെ കൊടുക്കുന്നു. ഈ മോട്ടർ വെച്ചിട്ട് ഞാൻ എന്തും കൂടെ കൊടുക്കുന്നു, ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, രണ്ട് സൈഡിൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടെ കൊടുക്കുന്നു, റൊട്ടേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു സ്പെസിമെനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എങ്ങനത്തെ ലോഡായിരിക്കും? സൈക്ലിക് ലോഡിംഗ് ആണ്. ഇപ്പം മനസ്സിലാവുമോ ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്തിനാ ഇങ്ങനെ ചെയ്തു വെച്ചതെന്ന്? സൈക്ലിക് ലോഡിങ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കി, അപ്പോൾ റൊട്ടേഷനും കൊടുക്കുന്നു, ബെൻഡിങ് ലോഡിങ് കൊടുക്കുന്നു. അപ്പം റൊട്ടേഷൻ കൊടുക്കുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി ഓരോ ഫൈബർ തന്നെ ഓരോ ടൈമിലും ടെൻഷനും കംപ്രഷനും മാറി മാറി വരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫറ്റീഗ് സ്ട്രെസ്സിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തല്ലോ, സൈക്ലിക് ലോഡിങ് സാറ്റിസ്ഫൈ ചെയ്തല്ലോ. അല്ലേ? ഇവിടെ ഒരു കൗണ്ടർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇത് കൗണ്ടർ എന്ന് പറയുമ്പം എത്ര നമ്പർ ഓഫ് റെവല്യൂഷന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൗണ്ടർ വെച്ചേക്കുന്നത്. അതായത് ഇതിങ്ങനെ ലോഡ് കൊടുക്കുന്നു, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്ത് കുറേ റൊട്ടേഷൻ കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ മെറ്റീരിയൽ എന്ത് സംഭവിക്കും? നമ്മളിവിടെ ഈ ലോഡ് കൊടുക്കുന്നു, ബെൻഡിങ് ലോഡും കൊടുക്കുന്നു, റൊട്ടേഷനും കൊടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് ലോഡ്, റൊട്ടേഷനും കൊടുക്കുന്നു, ബെൻഡിങ് ലോഡും കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്തുവാണ്? സൈക്ലിക് ലോഡിംഗ് ആണ്. അങ്ങനെ നമ്മളൊരു കുറേ ഡ്യൂറേഷൻ ഓഫ് ടൈം ഈ ഒരു സൈക്ലിക് ലോഡിംഗ് കൊടുത്തു കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ഫ്രാക്ചർ ആവും. അപ്പോൾ ആ ഫ്രാക്ചർ ആവുന്ന ഏത് റൊട്ടേഷനിലാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വെച്ചേക്കുന്നത്? ഇവിടെ കൗണ്ടർ വെച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? കൗണ്ടർ, ഇവിടെ ഒരു കൗണ്ടർ വെച്ചേക്കുന്നുണ്ടോ? കൗണ്ടർ. അപ്പോൾ കൗണ്ടർ വെച്ചേക്കുന്നതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ കൗണ്ട്സ് നമ്പർ ഓഫ് റെവല്യൂഷൻസ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്, രണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം, ഓക്കെ? എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഇതിനകത്തോട്ട് പോകാം. ഓക്കെ, ഇതിനകത്ത് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു റൊട്ടേഷൻ പ്ലസ് ഷട്ടിൽ റൊട്ടേഷൻ പ്ലസ് ബെൻഡിങ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ടൈപ്പ് ഓഫ് ലോഡിംഗ് ഉണ്ടാവുന്നത്? എന്ത് ടൈപ്പ് ഓഫ് ലോഡിംഗ് ഉണ്ടാവുന്നത്?
സൈക്ലിക് ലോഡിങ്. ഇനി 2 ടൈപ്പ് ഓഫ് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഈ 2 കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ളത് സിമ്പിളായിരിക്കും. ഓക്കെ, എന്തായാലും നമ്മുടെ സമയം തീരാറായല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയും വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ പറയാം, അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യത്തില്ല. ഓക്കെ, ഓൾറെഡി 9:28 ആയല്ലോ, 2 മിനിറ്റ്സ് കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കുക. ഫറ്റീഗ് ഇത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക. ഫറ്റീഗ് സ്ട്രെസ് നടക്കണമെന്നുണ്ടെങ്കിൽ സൈക്ലിക് ലോഡിങ് വേണം. സൈക്ലിക് ലോഡിങ് മാത്രമേ ഫറ്റീഗ് സ്ട്രെസ് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഫറ്റീഗ് ഫെയിലിയർ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈൽഡ് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ്സിനെക്കാട്ടും മച്ച് ലോവർ വാല്യൂവിലായിരിക്കും ഫറ്റീഗ് സ്ട്രെസ് ഉണ്ടാകുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈക്ലിക് സ്ട്രെസ്സസ് പഠിച്ചു. എന്തൊക്കെയാണ്? പീരിയോഡിക് ആൻഡ് സിമെട്രിക്കൽ അബൌട്ട് സീറോ സ്ട്രെസ്, പീരിയോഡിക് ആൻഡ് അൺസിമെട്രിക്കൽ അബൌട്ട് സീറോ സ്ട്രെസ്, പിന്നെ റാൻഡം ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്. പിന്നെ കുറച്ച് വാല്യൂസ് പഠിച്ചു. മീൻ സ്ട്രെസ്, മാക്സിമം സ്ട്രെസ് പഠിച്ചു. മിനിമം സ്ട്രെസ് പഠിച്ചു. മീൻ സ്ട്രെസ് എന്ന് വെച്ചാൽ മാക്സിമം സ്ട്രെസ് പ്ലസ് മിനിമം സ്ട്രെസ് ഡിവൈഡ് ബൈ 2. റേഞ്ച് ഓഫ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ മാക്സിമം സ്ട്രെസ് മൈനസ് മിനിമം സ്ട്രെസ് ആണ്. ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേന് റേഞ്ച് ഓഫ് സ്ട്രെസ് ഡിവൈഡ് ബൈ 2 ആണ്. അതിനുശേഷം പിന്നെ അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും പഠിച്ചു. എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫറ്റീഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ലോഡിങ് ചെയ്യുന്നതെന്നുള്ള എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ?